നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാം. ഈ നമ്പറിൽ 6235968937. അപ്പോൾ നമ്മൾ ആദ്യ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ ഏതറ്റം വരെയും പോരാടുമെന്ന് നടി ഹണി റോസ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ താരം പോലീസിൽ പരാതി നൽകി. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അധിക്ഷേപിച്ചു എന്ന് താരം ചൂണ്ടിക്കാട്ടി. സൈബർ അറ്റാക്കിന്റെ വലിയ ഇരയാണ് താനെന്നും അവർ പറഞ്ഞു. നടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് സൂചിപ്പിച്ചു. സൈബർ ഗുണ്ടകൾക്കെതിരെ തുറന്ന യുദ്ധത്തിലാണ് ഹണി റോസ്. ആ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഒരു ഉദ്ദേശവുമില്ല. മോശം കമന്റിട്ട എല്ലാവരും കൊടുക്കും. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നിരന്തരം ആക്ഷേപിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ 2 ദിവസം മുമ്പുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതാരെന്ന ചോദ്യത്തിന് ഇന്ന് നടി തന്നെ ഉത്തരം നൽകി. വ്യവസായി ബോബി ചെമ്മണ്ണൂർ തന്നെ അശ്ലീല പരാമർശത്തിലൂടെ നിരന്തരം വേട്ടയാടിയെന്ന ഹണി റോസ്. ആ പോസ്റ്റിൽ പറഞ്ഞ് ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും. ഈവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ആദ്യം ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മോശം കമന്റിട്ട 30 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല കമന്റുകളും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ്. അന്വേഷണത്തിന് വെല്ലുവിളിയാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമൻറ്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും. നടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിശദമായി മൊഴി നൽകി. തനിക്കെതിരെ മോശം കമന്റ് ഇട്ടവരുടെ സ്ക്രീൻഷോട്ടുകളും പോലീസിന് കൈമാറി. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജിക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഒരിക്കലും പിടികൂടില്ലെന്ന ധൈര്യത്തിൽ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് കമന്റ് ഇട്ടവരും ആശ്വസിക്കേണ്ട. നിങ്ങളെയും കൃത്യമായി സ്പോട്ട് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. ഹണി റോസിന്റെ ഈ പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കരുത്താകുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ്, ഒരു കത്ത് എന്ന നിലയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഇതാണ്: ബോബി ചെമ്മണ്ണൂരിനെ അഡ്രസ്സ് ചെയ്താണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ് എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ വിഷ്ണു സുരേഷ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സ്ത്രീകൾ അവർക്കെതിരെ ഉയരുന്ന ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ കൂടുതൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ ഈ പരാതിയും അതിലെ പോലീസ് നടപടിയും ഒരു കരുത്താകും, ഒരു പ്രചോദനമാകുമെന്ന് നമുക്ക് കരുതാം. പോലീസ് ആ നിലയിലുള്ള നടപടി ഈ പരാതിയിൽ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾക്ക് ഇന്ന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ആർക്കും മറഞ്ഞിരിക്കാൻ കഴിയില്ല.
ഏതാണ്ട് 20 അധികം ആളുകളെ ഇതിനോടകം ഈ കേസിൽ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒട്ടും സൗകര്യപ്രദമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്ന് ഇങ്ങനെ അധിക്ഷേപം നടത്തി കടന്നു കളയാമെന്ന് കരുതണ്ട. അവരുടെ പിന്നാലെ പോലീസുണ്ട്, അധിക്ഷേപിച്ചവർക്കെതിരെ പോലീസുണ്ട്. ആ സൂചനയാണ് വരുന്നത്. അത്തരം പോരാട്ടം നടത്തുന്നവർക്ക് ഒരു കരുത്താവുകയാണ് ഹണി റോസിന്റെ പരാതി എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെ കണ്ട മണ്ണാണ് കേരളം. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇനി ആരുടെയും കണ്ണുനീർ വീഴരുത് എന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുമുണ്ട്. ഒടുവിൽ കണ്ണൂരിലെ കണ്ണപുരത്ത് റിജിത്തിനെ കൊന്ന കേസിൽ കോടതിയുടെ ശിക്ഷാവിധി വന്നു. കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തമാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ താക്കീതായി ഇത്തരം കോടതി വിധികൾ മാറുമോ എന്ന ചോദ്യമാണ് പൊതുജനം ഉന്നയിക്കുന്നത്. നിങ്ങളെ മക്കളെ ഇല്ലാതാക്കി ശിക്ഷ കിട്ടാൻ വേണ്ടിട്ട് അതെ വധശിക്ഷ തന്നെ പ്രതീക്ഷിച്ചത്. ഒരിക്കലും അവര് പുറത്തു വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. സമീപകാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട 2 രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ശിക്ഷാവിധിക്ക് ശേഷം നമ്മൾ കണ്ട കണ്ണീർ കാഴ്ചകളാണിവ. കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിന് കൊല്ലപ്പെടുമ്പോൾ വയസ്സ് 25 കൊല്ലപ്പെട്ട പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന് 19 ശരത് ലാലിന് 23 പ്രായം. ജീവിതമേറെ ബാക്കിയുള്ള ചെറുപ്പക്കാർ. റിജിത്ത് വധക്കേസിൽ കുടുംബത്തിന് നീതി ലഭിക്കാൻ 19 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വിചാരണ അനന്തമായി നീളുന്നത്? കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ വധക്കേസുകൾ ഉൾപ്പെടെ 178 വിധി കാത്തു നിൽക്കുകയാണ്. 1998 ചൊക്ലിയിലെ BJP പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ വിചാരണ പാതി വഴിയിലാണ്. സർക്കാർ കുറച്ചും കൂടി നിയമ സംവിധാനത്തിന് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് കുറച്ചും കൂടി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഇവിടെ തന്നെ ഉയർന്നു വരുന്ന കോടതിയും മറ്റ് ജില്ലകളിലെ പല കോടതികളും ഉയർന്നു വരുന്നുണ്ട്. LDF സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി നൽകിയാൽ മാത്രമേ ഈ വൈകുന്ന നീതി എപ്പോഴും നിഷേധിക്കുന്നതിന് തുല്യമായിരിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്ത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മനുഷ്യന്റെ ജീവനെടുക്കുന്ന പോർവിളികൾ അംഗീകരിക്കാനാവില്ല. അതിനുള്ള ശക്തമായ താക്കീതാവണം നിയമ നടപടികൾ. ഏത് നിറത്തിൽ ചാലിച്ചതായാലും ഇനിയും നമ്മുടെ നാട്ടിൽ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഉയരാതിരിക്കട്ടെ. കണ്ണൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ നമ്മൾ നൽകിയ ആ റിപ്പോർട്ടിലോട് വലിയ ചർച്ച നമ്മുടെ കമന്റ് ബോക്സിൽ നടക്കുന്നുണ്ട്. അതിൽ മലബാർ വാലി എന്ന ഐഡിയയിൽ നിന്നൊരു പ്രധാന നിർദ്ദേശം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുകയാണ്, ദ്വയാർത്ഥം വെച്ച് എന്തും പറയാമെന്ന് കരുതുന്നവരെ വെറുതെ വിടരുത്. ഹണി റോസിനൊപ്പം കേരള ജനത നിൽക്കണം എന്ന് പറയുകയാണ്. ഈ വിഷയത്തിൽ പലതരത്തിലുള്ള ചർച്ചകളുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്ന പരാമർശങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോശം പരാമർശങ്ങളും കമൻറ്റുകളും ഒക്കെ ഇതിന് താഴെയും വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്തരം പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാനും കേസ് നൽകാനും അതിന്മേൽ തുടർ നിയമ നടപടി ഉണ്ടാവാനും അതിൽ പോരാട്ടം നടത്താനും ഒക്കെ ഒരു കരുത്തും ഒക്കെ നൽകും ഈ പരാതിയിലും അതിൽ പോലീസ് എടുക്കാൻ പോകുന്ന നടപടിയിലും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് ആ വഴിക്ക് നടക്കട്ടെ. ചർച്ചകളും നടക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ നമ്മളുടെ ഈ റിപ്പോർട്ടിന് താഴെ അല്ലെങ്കിൽ റിപ്പോർട്ടിനോടുള്ള പ്രതികരണവും ആരോഗ്യകരമായിരിക്കണം എന്ന് കരുതുന്നു. അത്തരം ചർച്ചയാണ് നടക്കേണ്ടത്, അതാണ് ഉണ്ടാവേണ്ടതും. അതല്ലാത്ത ചില പരാമർശങ്ങളും ഞാൻ വായിച്ചു. തൽക്കാലം അതിനെപ്പറ്റി കൂടുതൽ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നില്ല. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലയ്ക്കും എന്നൊരു ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത്. ഈ മാസം 10 മുതൽ മരുന്നുകളും സർജിക്കൽ ഉപകരണം
ഉപകരണങ്ങളും നൽകില്ല എന്ന് വിതരണക്കാർ പറയുകയാണ്. കുടിശ്ശികയായി കോടിക്കണക്കിന് രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് അവർ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. പരിഹാരത്തിനായി പല വാതിലുകളിൽ മുട്ടിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് വിതരണക്കാർ പറയുന്നത്. ഇതിനിരയാകാൻ പോകുന്നത് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളായിരിക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതാം. ഈ റിപ്പോർട്ട് കാണും. കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകിയ ഇനത്തിൽ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. പലതവണ പലർക്കും കത്തയച്ചിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് വിതരണക്കാർ കടക്കുന്നത്. ഒൻപത് മാസത്തെ കുടിശ്ശികയായി 80 കോടിയിലേറെ രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം നിർത്തുമെന്നറിയിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് വിതരണക്കാർ കത്ത് നൽകി. മരുന്നുകൾ നൽകി 90 ദിവസത്തിനുള്ളിലെങ്കിലും ബിൽ തുക ലഭ്യമാക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി 10-ാം തീയതി വരെ സപ്ലൈ ഉള്ള സാധനങ്ങളെ സപ്ലൈസിൻ്റെ അടുത്തുള്ളൂ. നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പൈസ കിട്ടാണ്ട് വന്നാൽ, നമുക്ക് സാധനം കിട്ടാണ്ട് വന്നാൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഗതി എത്തിയിട്ടുണ്ട്. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. വിതരണം നിർത്തിയാൽ പ്രതിസന്ധി പലതാണ്. മരുന്ന് ക്ഷാമം രൂക്ഷമാകും, രോഗികൾ ദുരിതത്തിലാകും, ശസ്ത്രക്രിയകൾ താളം തെറ്റും. പക്ഷെ നമ്മൾ സംഘടന സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രശ്നങ്ങളാണ് നേരിടാൻ വേണ്ടി വരുന്നത്. ബിക്കോസ് ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ അവരുടെ പൊക്കിൾക്കൊടിയിലിടുന്ന കോഡ് തൊട്ട് ഒരാൾ മരിക്കുമ്പോൾ മൂക്കിൽ വയ്ക്കുന്ന പഞ്ഞി വരെ ഇതിൽ നമ്മൾ വിതരണം ചെയ്യുന്ന, നമ്മുടെ സംഘടനകൾ വിതരണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ആശുപത്രിയിൽ സർജറി നടക്കില്ല, മരുന്നുകൾ കിട്ടാണ്ട് വരും. പരിഹാരത്തിനായി പല വാതിലുകളിൽ മുട്ടിയെന്ന് വിതരണക്കാർ പറയുന്നു. കളക്ടർ തൊട്ട് മന്ത്രി വരെ എല്ലാ ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. 2 MLA, 1 MP, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, കളക്ടർ, ഇത്രയും ആളുകളെ കോഴിക്കോടുള്ള ആളുകൾ. കഴിഞ്ഞ തവണ സമാന സാഹചര്യമുണ്ടായപ്പോൾ സമരപ്രഖ്യാപനവുമായി വിതരണക്കാർ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ നടത്തിയ ചർച്ചയിൽ കുടിശ്ശികയുടെ 30% നൽകിയാണ് സമവായത്തിലെത്തിയത്. മരുന്ന് വിതരണം നിലച്ചാൽ കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയാണ് ബുദ്ധിമുട്ടിലാവുക. അതിനാൽ അധികൃതരുടെ ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇവിടെ ഇതാ അരുൺജി മുട്ടട ചോദിക്കുന്നു, ഇത്തരം സംഭവങ്ങളിൽ വനിതാ കമ്മീഷനൊക്കെ എന്ത് ചെയ്യുന്നു? സ്വമേധയാ വനിതാ കമ്മീഷൻ അതിൽ ഇടപെട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം പരാമർശങ്ങളിൽ വനിതാ കമ്മീഷനൊക്കെ ഇടപെടാൻ പരിമിതിയുണ്ടോ, അധികാരമില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറേയേറെ സമയമായി S4 എന്ന ഒരു ഐഡിയയിൽ നിന്ന് ഒരു കാര്യം നിരന്തരമായി പറയുന്നു. അത് എന്താണ്, കോട്ടയം എറണാകുളം റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗത്തിൽ യാത്ര നടത്തുന്നു. വഴിയാത്രക്കാരുടെയും മറ്റു വാഹനയാത്രക്കാരുടെയും ജീവന് വെല്ലുവിളിയാകുന്നു. 24 അതിൽ ഇടപെടണം എന്നാണ് പറയുന്നത്. നമ്മൾ ഉറപ്പായും ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്. കോട്ടയം എറണാകുളം റൂട്ടിൽ നേരത്തെയും ഈ കോട്ടയം എറണാകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം, അമിത വേഗമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപകടവും ഉണ്ടായിട്ടുള്ളതാണ്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ആ പ്രശ്നമുണ്ട് എന്നാണ് ഈ S4 എന്ന ഐഡിയയിൽ നിന്ന് പറയുന്നത്. ഉറപ്പായും നമ്മൾ അതിൽ ഇടപെടും. നമുക്ക് അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു സമഗ്രമായ റിപ്പോർട്ട് ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ജനകീയ ജനാധിപത്യ വാർത്താ മണിക്കൂർ തുടരുകയാണ്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണ് എന്ന് കുടുംബം ആവർത്തിച്ചു പറയുകയാണ്. ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. NM വിജയന്റെ കത്ത് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഈ കത്ത് നേരിട്ട് സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിട്ടും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. NM വിജയൻ ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ച ശേഷവും പാർട്ടിയിൽ നിന്ന് നീതിയില്ലെന്നും കുടുംബം ആക്ഷേപം ഉന്നയിക്കുന്നു. NM വിജയൻ എഴുതിയ കത്തുകൾ K. സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയതെന്ന് മകൻ വിജേഷ്. K. സുധാകരൻ നമുക്ക് നോക്കാമെന്ന് മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം
നല്ല നിലയിൽ ആയിരുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ മുമ്പ് നിന്നാണ് വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ, നമുക്കൊന്നും പറയാനില്ല. പിന്നെ ഈ ഇത്രയൊരു മരണം ഉണ്ടായിട്ട് പോലും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒരു ഇതും സമ്പർക്കം പോലും നടത്താൻ പറ്റാത്തവരാണ് ഇവരെങ്കിൽ പിന്നെ ഇതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നുവെന്നും മകൻ ആരോപിക്കുന്നു. അടുത്ത ബന്ധുക്കളെ പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വിജയന്റെ മരുമകൾ പത്മജ. കംപ്ലൈന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവർ വഴിതിരിച്ച് വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. കത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ പാർട്ടി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ ഹസ്ബൻഡിന് എഴുതിയ കത്തിൽ പ്രത്യേകം അച്ഛൻ്റെ സ്വന്തം പേഴ്സണൽ കടം അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. NM വിജയന്റെ കത്ത് കിട്ടിയില്ലെന്ന് താൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. NM വിജയന്റെ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുവെന്നും VD സതീശൻ ആരോപിക്കുന്നു. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. VD സതീശന്റെ ആക്ഷേപങ്ങളെ തള്ളുകയാണ് വിജയന്റെ മകൻ വിജേഷ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്താനുള്ള ഒരു ഇതുണ്ട് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവർ എന്താവും, ആ ഒരു പേടി ഇവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. എനിക്ക് ഈ രാഷ്ട്രീയം മാത്രമല്ല ഇതിൽ പ്രശ്നം, എൻ്റെ ഒരു ജീവനാണ്, 2 ജീവനാണ് പൊരിഞ്ഞു പോയത്. അതിൻ്റെ കാരണങ്ങളും പലതും ഇപ്പം പറയുന്നുണ്ട്. ഒരു അന്വേഷണം നടക്കട്ടെ. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. മീനങ്ങാടി ഓഫീസിൽ വിജിലൻസ് സംഘം വിജേഷിന്റെ മൊഴി രേഖപ്പെടുത്തി. ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പോലീസ് സംഘം നീക്കം നടത്തുന്നത്. DCC നേതൃതലത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ടും പാർട്ടി അനീതി തുടരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അദ്ദേഹത്തിന്റെ മരണക്കുറിപ്പിനോട് പോലും പാർട്ടി നീതി പുലർത്തുന്നില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPIM പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ കുടുംബത്തെ KPCC അന്വേഷണ കമ്മീഷൻ ആ കുടുംബത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കും. നാളെ വയനാട്ടിലെത്തിയും കുടുംബത്തെ സന്ദർശിക്കും എന്നാണ് ഈ സമിതി അറിയിച്ചിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുടുംബത്തെ സന്ദർശിക്കുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകും. ജയശങ്കർ, ഇപ്പോൾ ഈ കുടുംബത്തിന് പറയാനുള്ളത് എന്താണെന്ന് സമിതി കേൾക്കും. ഇപ്പോൾ VD സതീശൻ ഇന്ന് രാവിലെ പറഞ്ഞത് പാർട്ടി അന്വേഷിക്കുകയാണല്ലോ, അതിനുശേഷം അതിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറയാം എന്നാണ്. അപ്പോൾ അടിയന്തരമായി അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണോ ഈ സമിതി തീരുമാനിച്ചിരിക്കുന്നത്? അതായത് വിജയകുമാർ ഇന്ന് വലിയ തോതിൽ പ്രതിപക്ഷ നേതാവ് ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. കുടുംബവും പ്രതിപക്ഷ നേതാവിലേക്ക് കാലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയ കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. യെസ്, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള KPCC സമിതി NM വിജയന്റെ കുടുംബാംഗങ്ങളെ കാണും, അവരെ കേൾക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. ആ സമിതി നാളെ വയനാട്ടിലെത്തി ആ കുടുംബത്തെ സന്ദർശിക്കും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ നമ്മൾ വീണ്ടും വയനാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് മറ്റൊരു ഇതുപോലെ തന്നെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നമാണ്. വയനാട് പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങുന്നത് സ്ഥിരം സംഭവമാവുകയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് കടുവ പാതി തിന്ന ഒരു പശുവിൻ്റെ ജഡവുമായി പുൽപ്പള്ളിക്കാർ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇപ്പോഴിതാ അമരക്കുനിയിലാണ് കടുവ ഇറങ്ങി ആടിനെ കൊന്നത്. കടുവ എത്തിയത് ജനവാസ മേഖലയിലാണ് എന്നത് ഈ പ്രദേശത്ത് ആശങ്കയേറ്റുകയാണ്. പ്രദേശത്ത് വനം വകുപ്പ് നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കൽപ്പറ്റ പെരുന്തട്ടയ്ക്ക് പുറമെ കടുവാപ്പേടിയിലാണ് പുൽപ്പള്ളി അമരക്കുനി. ഇവിടെ കടുവ ഒരാടിനെ കടിച്ചു കൊന്നു. കടുവയെ നേരിൽ കണ്ട അമരക്കുനി സ്വദേശി ജെസ്സി അനുഭവം പറയും. രാവിലെ 8 മണിയാകുമ്പോൾ ചേട്ടനെന്നും പറമ്പിലേക്ക് പണിക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ച് ഡെയിലി പോകുന്നതാണ് പണിക്ക്. അപ്പോൾ അടുത്ത വീട്ടിലെ കൊച്ച് ഓടി വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കടുവ അവരുടെ ആടിനെ പിടിച്ചു, പറമ്പിൽ കടുവ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ചേട്ടനെ വിളിക്കാനുണ്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് പോയ വഴിക്ക് കടുവയെ കണ്ടില്ല. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കൂട്ടിമുട്ടിപ്പോയി. കടുവ തൊട്ട് മുമ്പിൽ കിടക്കുമായിരുന്നു. ഞാനും കടുവ എന്നെ ഒന്ന് നോക്കി ഞാനും ഒന്ന്. എന്നിട്ട് തിരിച്ച് ഞാൻ വീണ്ടും മുമ്പോട്ട് ഓടാൻ തോന്നിയില്ല, പുറകോട്ട് തന്നെ തിരിച്ചോടി. അമരക്കുനിയിൽ കടുവയെത്തിയത് ഇന്ന് പുലർച്ചെ. നാരകത്തറയിൽ ജോസഫ് എന്ന പാപ്പച്ചന്റെ ആടിനെ കൂട്ടിൽ നിന്ന് പിടികൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി പറമ്പിൽ കൊന്നിട്ടു. ഇന്ന് രാവിലെ അച്ചോടാൻ ചെല്ലുമ്പോൾ പട്ടിക്കൂട് ചരിഞ്ഞു കിടപ്പുണ്ട്. പട്ടിനെ പിടിക്കാൻ നോക്കിയതാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഈ പട്ടിക്കൂടിൻ്റെ അടുത്ത് തന്നെയാണ് ആട്ടിൻകൂട്ടുള്ളത്. അപ്പോൾ ആട്ടിൻകൂട്ടിൽ നോക്കുമ്പോൾ ഒരു 2 ആടുണ്ടായിരുന്നു, ഒരെണ്ണത്തിന് കാണുന്നില്ല. അപ്പോൾ ഈ പുൽക്കൂടി കൂടെ ആടിനെ വലിച്ചെടുത്തൊക്കെ പോലെ കാണുന്നുണ്ട്, രോമൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും മൃഗം പിടിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള ചിന്ത വരുന്നത്. കാപ്പി പറിക്കുന്ന കാലമാണ്. പ്രദേശം തോട്ടങ്ങൾ നിറഞ്ഞതും നെഞ്ചിടിപ്പേറുന്നുണ്ട് നാട്ടുകാരുടെ. വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ്. കാപ്പി, കുരുമുളക് ഇതൊക്കെ പറിക്കാനും അടയ്ക്ക പറിക്കാനും ഒക്കെ ഈ നമ്മുടെ കൃഷിയിടത്തേക്ക് പോകുമ്പം അവിടെ അടഞ്ഞ കാപ്പി ആയതുകൊണ്ട്, അടഞ്ഞ പ്രദേശമായതുകൊണ്ടും ഏത് ജീവി എവിടെ വന്ന് കിടന്നാലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കർണാടക ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡർ കൂടിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെ കൂട്ടിലാക്കണം. അപ്പോൾ എന്തായാലും വിളിച്ചപ്പോൾ തന്നെ ഫോറസ്റ്റ് DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. റേഞ്ച് ഓഫീസറും ഡെപ്യൂട്ടി റേഞ്ചറും വന്നു. സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ RRT ടീം അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനെ കൂട്ടിനുള്ളിലാക്കണം എന്നാണ് ജനങ്ങളുടെ ആവശ്യം. വന്യമൃഗശല്യം കൊണ്ട് സംഘർഷമുണ്ടായ പ്രദേശമാണ് പുൽപ്പള്ളി. കടുവ പാതി തിന്ന പശുവുമായി പ്രതിഷേധം നടന്നത് കഴിഞ്ഞ വർഷം. കാട്ടാന ആക്രമണത്തിൽ പാക്കത്തെ പോൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പുൽപ്പള്ളിയിൽ കടുവ ആക്രമണവും ഉണ്ടായത്. അതിനാൽ തന്നെ വനം വകുപ്പ് നടപടികൾ വേഗത്തിലായി. DFO അജിത് കെ രാമൻ നേരിട്ടെത്തി മേഖല പരിശോധിച്ചു. ഇത് തൊട്ടടുത്തുള്ള വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടൈഗർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ID നമുക്ക് ഇതുവരെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടാത്തത് ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇതിൽ 24 മണിക്കൂറും നമ്മുടെ പെട്രോളിംഗ് സംഘം ഇവിടെ ഉണ്ടാവും. പ്രദേശത്ത് കൂടെത്തിച്ചു. കൊന്ന ആടിനെ തന്നെയാണ് കൂട്ടിനുള്ളിൽ വെച്ചിട്ടുള്ളത്. കടുവ കെണിയിൽ വീഴാതെ ആശങ്ക ഒഴിയില്ല ഈ നാട്ടുകാർക്ക്. വയനാട്ടിൽ കാപ്പിക്കുരു അടക്കമുള്ള വിളകൾ പറിക്കുന്ന സമയമാണിത്. ഈ സമയത്താണ് കടുവയുടെ ആക്രമണം. അതുകൊണ്ട് തന്നെ ആശങ്കയേറുന്നുണ്ട് ജനങ്ങൾക്ക്. നടപടി വേഗത്തിലുണ്ടാകണം. കടുവയെ കൂടുവെച്ച് പിടികൂടണം. ഇത്തരം ആവശ്യങ്ങളാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അവിടെ കടുവയെ പിടികൂടാൻ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കടുവായി കൂട്ടിലാകും വരെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. തന്നെയുമല്ല, കടുവ ആ പരിസരത്ത് തന്നെ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അവരിൽ പലരും അതിനെ കാണുകയും ചെയ്തു. കൂടുതൽ പ്രതികരണങ്ങൾ കാണും. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഒന്ന് വിളവെടുക്കുന്ന സമയമാണ്. കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, അടയ്ക്കയുണ്ട്, ഇതെല്ലാം വിളവെടുക്കുന്ന സമയമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇവിടെ കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു. നൈറ്റ് വാച്ചർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഈ ഒരു ശല്യം, വന്യമൃഗശല്യം പൊതുവെ കടുവ മാത്രമല്ല ബാക്കി എല്ലാ ശല്യങ്ങളും, അത് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു നടപടി കൂടി സ്വീകരിക്കണം എന്നാണ് അഭിപ്രായം. ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അഭിനന്ദനാർഹമാണ്. വനംവകുപ്പിന് അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ. നമുക്കറിയാം, ഇവിടെ കൃഷിക്കാർ തിങ്ങി പാർക്കുന്നൊരു സ്ഥലമാണ്, കാർഷിക മേഖലയാണ്. ഇപ്പോൾ കാർഷിക മേഖലയുടെ വിളവെടുപ്പ് സമയമാണ്. അതെന്ന് വെച്ചാൽ അടയ്ക്ക, അതുപോലെ തന്നെ കാപ്പി, കുരുമുളകും ഒക്കെ വിളവെടുക്കുന്ന ഈ സമയത്ത് കൃഷിക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരും. കാരണം ആരും പണിക്കൊന്നും കിട്ടാതെ വരും. കാരണം എല്ലാവരും ഭയങ്കര ഭയാശങ്കയിലാണ്. എത്രയും പെട്ടെന്ന് കൂടുവെച്ച് ഇതിനെ പിടിക്കുകയാണ് വേണ്ടത്.
പിടിച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ആശങ്ക മാത്രമല്ല, ഇവിടെ ക്ഷീരമേഖലയുള്ള ആൾക്കാരുണ്ട്. പശുവിന് പുല്ല് വെട്ടാൻ പോകാത്ത ഒരവസ്ഥയാണ് ഉള്ളത് നിലവിലുള്ളത്. പ്രശ്നം സങ്കീർണമാക്കാൻ ജനങ്ങളുടെ അടുത്ത് ഫോറസ്റ്റുകാർ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാലും ഒരു പൈസ നാളെ ഇതുവരെ ആർക്കും കൊടുത്തതായിട്ട് അറിവില്ല. ഇവർ നഷ്ടപരിഹാരം എന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കില്ല മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വിളവെടുപ്പ് സീസണാണ്. ആദിവാസികളടക്കം, ആദിവാസി സ്ത്രീകളും പുരുഷന്മാരടക്കമാണ് ഇവിടെ തോട്ടങ്ങളിൽ പണിക്ക് വരുന്നത്. അവർ കൂട്ടമായിട്ടല്ല വരുന്നത്, 1-2 പേരൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊക്കെ ഇങ്ങനെ ഈ കാപ്പിത്തോട്ടത്തിൽ ആളില്ലാത്ത സ്ഥലത്തേക്ക് വന്നിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുനിന്നായിരുന്നു. ഞങ്ങൾ 3 മണിയായപ്പോൾ നമ്മൾ പോലീസുകാരെ വിളിച്ചു പറഞ്ഞായിരുന്നു നിങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ എണീറ്റ് ലൈറ്റ് ഇട്ട് പടക്കമൊക്കെ പിടിച്ചു. ആ പടക്കത്തിന് ശബ്ദം കാരണം മേളിലേക്ക് കയറിയെന്ന് തോന്നുന്നു. പിന്നെ എന്താ വെച്ചാൽ മൊത്തം കാപ്പി പറിക്കുന്ന സമയമൊക്കെയാണ്. കുരുമുളകും കാപ്പിയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നാട്ടുകാരെല്ലാം ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? FIRന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ വിജയകുമാർ, സെൻട്രൽ പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിനാണ് കേസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് സെൻട്രൽ പോലീസ് ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിട്ടുള്ളത്. IT ആക്ടും വ്യവസായിക്കെതിരെ ചുമത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഹണി റോസ് ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. തനിക്ക് പിന്നാലെ നടന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ അപമാനിക്കുന്നു, അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ അവഹേളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർ പറഞ്ഞു. താൻ പരമാവധി ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിരാതിരുന്നതാണ്. പക്ഷേ സൈബർ ഇടത്തിലടക്കം തനിക്കെതിരെ ആക്രമണം ശക്തമായതോടെയാണ് ആ പേര് പറയാനും, ആ വ്യവസായിയുടെ പേര് പറയാനും, അയാൾക്കെതിരെ പരാതി നൽകാനും തയ്യാറായത് എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹണി റോസ്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് കേസ്. ഒപ്പം IT ആക്ട് അടക്കം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കാരണം സൈബർ ഇടത്തിലെ ആക്ഷേപം, സൈബർ ഇടത്തിലെ അവഹേളനമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ IT ആക്ടും അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് നിലവിൽ കേസ്. ബാക്കി FIRന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്ത്, സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യമല്ല, കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനേ കഴിയൂ ഇത്തരം കേസുകളിൽ നിന്നാണ് തോന്നുന്നത്. ആ വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോൾ നേരത്തെ ഹണി റോസിന്റെ ഒരു പരാതിയിൽ കുമ്പളത്തുനിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തത് 2 ദിവസം മുമ്പാണ്. ഇന്നാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ സാധാരണഗതിയിൽ അതേ വകുപ്പോ അല്ലെ അതിൽ കുറച്ചുകൂടി കടുത്ത വകുപ്പുകളോ ആയിരിക്കണം ഈ കേസിലും പോലീസ് ചുമത്തിയിട്ടുണ്ടാവുക, അല്ലേ? ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പ് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കോടതിയിൽ ഹാജരാക്കിയേ തീരൂ. കോടതിയിൽ ഹാജരായി അവിടെ നിന്നും വേണമെങ്കിൽ ജാമ്യം എടുക്കാം. അത് ഇടക്കാല ജാമ്യം സാധാരണഗതിയിൽ അനുവദിക്കാറുണ്ട്. ശേഷം മുൻകൂർ ജാമ്യമൊക്കെ ഇനി ഒളിവിലാണെങ്കിൽ മുൻകൂർ ജാമ്യമൊക്കെ പരിഗണിക്കുക, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. എന്തായാലും അറസ്റ്റിലാവുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്നും ജാമ്യം കിട്ടില്ല, കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നടപടിക്രമം. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പല്ല സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത്. നിലവിൽ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. മുൻപ് വിളിച്ചപ്പോൾ കർണാടകയിലാണ് എന്നുള്ളതാണ് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അറസ്റ്റിന് അദ്ദേഹം വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂർ ഇനി പോകാൻ ഇടയുള്ളത് ഒന്നുകിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് തന്നെ പോകാനും സാധ്യതയുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു, പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുള്ളതാണ്. അത് ആ പരാമർശങ്ങളൊക്കെ തന്നെ പൊതു ഇടത്തിൽ ലഭ്യമാണ്. അതിരൂക്ഷമായ, വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് അപമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിനെ പല രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് കേൾക്കുന്നയാർക്കും മനസ്സിലാകും, അരിയാഹാരം കഴിക്കുന്നയാർക്കും മനസ്സിലാകുന്നതാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇനി എന്താണെന്നുള്ളത് പോലീസും കോടതിയുമാണ് തീരുമാനിക്കേണ്ടത്. അതെ അതെ, ശരി ശ്രീകാന്ത്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കുകയാണ്. നേരത്തെ ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോലെ അവർ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. ഇത്തരം പോരാട്ടം നടത്താൻ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്ന, ഒരു ധൈര്യം നൽകുന്ന
ഒരു നീക്കമാണ്. പോലീസ് കേസെടുത്തു എന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ തുടർ നിയമ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ പോകുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വിവരം. എറണാകുളം സെൻട്രൽ പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവറിനെതിരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംഘടന രംഗത്ത് വന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നിക്ഷിപ്ത താൽപ്പര്യക്കാർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് അപലപനീയമാണ്. വനപാലകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് അസോസിയേഷൻ ഓഫ് ഗസറ്റഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ജയശങ്കർ, PV അൻവർ ഇന്നലെ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഒക്കെ കണ്ടു. അക്കാര്യത്തിൽ ഈ വന നിയമ ഭേദഗതി വിഷയത്തിൽ കുറെ കൂടി കടുത്ത സമരത്തിന് ഒരുങ്ങുകയാണ്, പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണെന്ന് അൻവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണം? അതായത് വിജയകുമാർ, ഈ PV അൻവർ ജാമ്യമെടുത്ത പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ ഫോറസ്റ്റ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനം. പ്രത്യക്ഷത്തിൽ തന്നെ ഒരു MLA നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത്, അതായത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തത് ഒരിക്കലും അംഗീകരിക്കാത്ത തീരുമാനമാണ്. അത് അപലപനീയമായ സംഭവമാണ്. ഒപ്പം തന്നെ ഈ വനപാലകർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം സർക്കാർ ഇല്ലെങ്കിൽ ഈ വകുപ്പ് ഒരുക്കിത്തരണമെന്ന് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ മണി എന്ന് പറയുന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഈ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് തിരിക്കുകയും ഈ വാഹനം ലഭ്യമാകുന്ന, ആംബുലൻസ് ലഭ്യമാകുന്ന ഇടം വരെ ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചതും പ്രാഥമിക ചികിത്സ നൽകിയതും എല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ്. ഇതൊന്നും കാണാതെയാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഒരു MLA നേതൃത്വത്തിൽ ഇത്തരത്തിൽ സംഘടിതമായ നീക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്നു. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നാണ് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് PV അൻവർ MLA നടപടിയിൽ, അദ്ദേഹത്തിന്റെ ഈ നീക്കത്തിൽ അദ്ദേഹം ഓഫീസ് അടിച്ചു തകർത്ത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശരി ജയശങ്കർ, എന്തായാലും അതിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫ് ഗസറ്റഡ് ഓഫ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവരുടെ പ്രതിഷേധം അവരൊരു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ്. വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ആലപ്പുഴ ഹരിപ്പാടേക്കാണ് പോകുന്നത്. അവിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. കരിവാറ്റ തൈത്തടത്തിൽ സുനീഷ് മാളു ദമ്പതികളുടെ ഏകമകൾ കൽഹയുടെ കണ്ണിലും കവിളിലുമാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. വീട്ടുകാർ ഇരുന്നെങ്കിൽ കൽഹയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ആറാട്ടുപുഴയിലും സമാന സംഭവം നേരത്തെ ഉണ്ടായി. 2 കുട്ടികൾക്ക് അവിടെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ മനുഷ്യരെ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ ദിവസവും കേൾക്കുമ്പോഴാണ് ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള കൽഹ മോളെ ഒരു തെരുവ് നായ ക്രൂരമായി ആക്രമിച്ചത്. കഴിഞ്ഞ ഞായർ വൈകുന്നേരം 6 മണിയോടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു കൽഹയുടെ മുന്നിലേക്ക് തെരുവ് നായ ചാടി വീണത്. മുഖത്തേക്ക് ചാടി വീണ നായ വലതു കണ്ണിലും കവിളിലും കടിച്ചു. ശരീരമാസകലം പരിക്കേൽപ്പിച്ചു. വീട്ടിൽ ആ സമയം കൽഹയുടെ മുത്തശ്ശി രമയും മുത്തശ്ശൻ ഓമനക്കുട്ടനും ഉണ്ടായിരുന്നു. കൽഹയുടെ നിലവിളി കേട്ട് ഇവർ ഓടിയെത്തുമ്പോൾ കാണുന്നത് കുട്ടിയുടെ ദേഹത്ത് കയറി നിന്ന് നായ കടിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കേട്ടുമ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പട്ടി മേലെ കുഞ്ഞ് അടിയിലുമായിട്ട് കുഞ്ഞിനെ ഉരുട്ടിയിട്ട് കുഞ്ഞിനെ കടിക്കുന്ന ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോഴത്തേന് രക്തം കണ്ണിക്കൂടെ പിന്നെ മൂക്കിക്കൂടെയും വായിക്കൂടെയും വന്ന് ഞങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. ഞങ്ങൾ അന്നേരം തന്നെ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു, ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. നിലവിളി കേട്ട് അയൽക്കാരും ഓടിയെത്തി. കുഞ്ഞ് മറിഞ്ഞ് വീണ് കുഞ്ഞിൻ്റെ മുകളിലാണ് നായ. ആ സമയത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് നന്നായിട്ട് കടിയേറ്റു. തോൾ ഭാഗത്ത് അതുപോലെ തന്നെ മുതുകത്ത് കടിയേറ്റ് നല്ലതുപോലെ മാരകമായിട്ട് ഈ ഭാഗം ആഴത്തി മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. കൽഹയെ ആദ്യം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. വാക്സിൻ അടക്കമുള്ള പ്രഥമ ശുശ്രൂഷ നൽകി. നിലവിൽ മുറിക്ക് പുറത്തിറങ്ങാൻ പോലും കൽഹയ്ക്ക് ഭയമാണ്. നായയുടെ ആക്രമണത്തിലുണ്ടായ വേദനയും ഭീതിയും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഏരിയകൾ നായ വല്ലാതെ ശല്യം വർദ്ധിക്കുന്നുണ്ട്. വീടുകളുടെ പരിസരങ്ങളിലും കുട്ടികളൊക്കെ ധാരാളം പാർക്കുന്ന ഒരു ഏരിയയാണ് ഇവിടം. പിന്നെ സാധാരണക്കാരായ ആൾക്കാരാണ് ഈ പരിസര പ്രദേശങ്ങൾ പാർക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ കെട്ടുറപ്പുള്ള മതിലും സംവിധാനങ്ങളും ഒന്നും ഒരുക്കാൻ ഒരുപക്ഷെ സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അധികൃതർ കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന്
ഒരു പരിഹാരം കാണണമെന്നാണ്. ആറാട്ടുപുഴയിൽ 2 കുട്ടികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വലിയഴിക്കൽ വിളുമ്പത്ത് ബിനുവിന്റെ മകൾ 7 വയസ്സുകാരി അഷ്മി, രാമഞ്ചേരി കണ്ണങ്കരത്ത് സുജിത്തിന്റെ മകൻ 4.5 വയസ്സുകാരൻ ദർശിത് എന്നിവർക്കാണ് കടിയേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. കരുവാറ്റയിൽ നിന്ന് അധികം ദൂരമില്ലാത്ത ഹരിപ്പാട് ആറാട്ടുപുഴയിലാണ് ഒരു വയോധികയെ തെരുവുനായ കടിച്ചു കീറി കൊന്നത്. തെരുവ് നായ്ക്കൾ മനുഷ്യരെ ഈ വിധം കൊട്ടേഷൻ സംഘങ്ങളെ പോലെ ആക്രമിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. അന്ന് ആറാട്ടുപുഴയിൽ ആ വയോധികയെ തെരുവുനായ്ക്കൾ അതിക്രൂരമായി കടിച്ച് മുറിവേൽപ്പിച്ചവർ മരിച്ച സമയത്ത് നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കിനെപ്പറ്റി അവർക്കിതിൽ ഇടപെടാൻ കഴിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചതാണ്. അവരവരുടെ പരിമിതികളൊക്കെ അന്ന് നമ്മളോട് പറയുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ്. വീണ്ടും 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 ചോദിക്കേണ്ടി വരുന്നു, ആർക്കാണ് ഇതിൽ ഇടപെടാൻ കഴിയുക, ആർക്കാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നത്. പക്ഷേ ആ ചോദ്യം മാത്രം അങ്ങനെ അവശേഷിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവങ്ങളൊക്കെ ആറാട്ടുപുഴയിലും കരുവാറ്റയിലും ഒക്കെയുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.